ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഈ പാല് കൊടുത്തിട്ട് തിരികെ വീട്ടിലെത്തിക്കഴിഞ്ഞാലേ ആ കൊച്ചിന് എന്തെങ്കിലും പറ്റൂ. ദേ, ചിലപ്പോൾ അന്നത്തെ ദിവസം ഒന്നും പറ്റിയില്ലെന്നും ഇരിക്കും. അപ്പൊ പിന്നെ ആരും അമ്മയെ സംശയിക്കത്തില്ല. ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം, ആ കുഞ്ഞിന് ഞാൻ തരുന്ന പൊടി അമ്മയ്ക്ക് പാല് കലക്കി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അമ്മ നാളെ തിരികെ വരുമ്പോ കയ്യിൽ കുറച്ച് വിഷം കൂടെ കരുതിക്കോണം. അമ്മയുടെ മോനും മരുമോക്കും കലക്കി തരാൻ വേണ്ടി. ഈശ്വര, ജാനമേ, അതെ, ആദ്യമായിട്ടാ മോക്ക് പാല് മാറ്റി കൊടുക്കുന്നേ. അധികം കട്ടിയൊന്നും വേണ്ട, നേരത്തെ പാല് മതി. അത് പിന്നെ എനിക്കറിയത്തില്ലേ മോളെ, ഞാൻ എത്രയോ കൊച്ചുങ്ങളെ അമ്മമാരെയൊക്കെ നോക്കിയിട്ടുള്ളതാ. ഇവിടെ പിന്നെ കുഞ്ഞിനെ മാത്രം നോക്കിയാൽ മതിയല്ലോ. അധിക സമയം നോക്കേണ്ടി വരില്ല ജാനമേ. എനിക്ക് മോളെ എപ്പോഴും കണ്ടോണ്ടിരിക്കണം. അതെനിക്ക് മനസ്സിലായി. ആരുടെയോ കുഴപ്പം, മോക്കാണോ അതോ സാറിനാണോ? എനിക്കോ? വലിയ പ്രായമൊന്നുമില്ലല്ലോ. ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ ഒരുപാട് ചികിത്സകളുള്ളതല്ലേ മോളെ? എല്ലാ ചികിത്സകളും നോക്കിയതാ. ഇനിയിപ്പോ എന്തായാലും ഒന്നിനും ഞാനില്ല ജാനമ്മേ. എനിക്ക് ഇനി എന്റെ നീലമോളുണ്ടല്ലോ. മോളെ, പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇവിടുത്തെ സാറും കണ്ണസാറും വലിയ ലോഹ്യത്തിലാണെന്ന്. എത്ര ലോഹ്യമുള്ളവരാണെങ്കിലും ശരി, കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പം എല്ലാവരുടെയും സ്വഭാവം മാറും, പ്രത്യേകിച്ച് അമ്മമാരുടെ. ഇന്ന് വെച്ചാ മഹി വിശേഷം അറിയിച്ചപ്പോ മുതല് ഞാനായിരുന്നു അമ്മയ്ക്കും വയറ്റി കിടക്കുന്ന കുഞ്ഞിനും കൂട്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാ. നീലമോൾക്ക് അമ്മയുടെ ചൂടിനേക്കാൾ മോൾക്ക് എന്റെ ചൂടാ പരിചയം. അപ്പൊ എല്ലാ കാലവും കുഞ്ഞിന്റെ അമ്മ ഇവിടെ കാണൂ? ഇല്ല, ഓണം കഴിഞ്ഞ് പോകുന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ പോയാ അതെങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ജാനമ്മ പറഞ്ഞ പോലെ കുഞ്ഞിനെ ഇവിടെ തന്നെ നിർത്തണമെന്ന് വാശി പിടിക്കാൻ എനിക്ക് അവകാശമൊന്നുമില്ലല്ലോ. എങ്കിലും മറ്റുള്ളവരുടെ സങ്കടം വേദനയൊക്കെ തിരിച്ചറിയുന്ന കൂട്ടത്തിലാ കണ്ണേട്ടനും മഹിയൊക്കെ. അതുകൊണ്ട് എന്നെ കൂടുതൽ വേദനിപ്പിക്കില്ല എന്ന് കരുതാം. ഈ പാല കുഞ്ഞിൻ്റെ വയറ്റിലോട്ട് ചെന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പെറ്റമ്മയും പോറ്റമ്മയും കരയുന്നത് കാണേണ്ടി വരുമല്ലോ എൻ്റെ ഈശ്വര. അയ്യോ ഈശ്വര.